തുടർച്ചയായ 6ാം ദിനവും യാത്രക്കാരെ വലച്ച ഇൻഡിഗോ. ഇന്നും രാജ്യവ്യാപകമായി വിമാനങ്ങൾ വൈകുന്നു. ഇന്നലെ മാത്രം 1000 സർവീസുകൾ റദ്ദാക്കി. അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കിയതോടെ പ്രവാസികളും പ്രതിസന്ധിയിലായി. ആഭ്യന്തര വിമാനയാത്രയുടെ ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുകയാണ്. ട്രെയിനുകളിൽ അധിക കോച്ചുകൾ അനുവദിച്ച് പ്രതിസന്ധി ലഘൂകരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അന്വേഷണത്തിനായി വ്യോമയാന മന്ത്രാലയം 4-അംഗ സമിതിയെ നിയോഗിച്ചു. ഗോപാൽ ശിലാസനൽ, ഷഹബാസ് അഹമ്മദ്, അപർണ കാർത്തിക എന്നിവർ നൽകും വിശദാംശങ്ങൾ. ആദ്യം ഗോപാൽ ശിലാസനലിലേക്ക്. ഗുഡ് മോർണിംഗ് ഗോപാൽ. പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്നലെ കേന്ദ്രം അറിയിച്ചത് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു, യാത്രക്കാർ വലയുന്നു എന്ന് തന്നെയാണല്ലേ? ഒരു പരിധിവരെയൊക്കെ അങ്ങനെ തന്നെയാണ് സംസ്ഥാനത്തെ സാഹചര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥിതിയെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത്ര ഗുരുതര സ്വഭാവത്തിലേക്ക് ഈ പ്രതിസന്ധി ഇന്നത്തെ ദിവസം ഉണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കാര്യമായി തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തെയും ഈ ഇൻഡിഗോയുടെ വിമാന പ്രതിസന്ധി, അതായത് വ്യോമയാന പ്രതിസന്ധി വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. നിരവധി പേരാണ് മണിക്കൂറുകളോളം തിരുവനന്തപുരം വിമാനത്തിൽ കുടുങ്ങിക്കിടന്നത്. ചിലർ പ്രതിഷേധിക്കുകയും മുന്നറിയിപ്പില്ല ഇത്തരത്തിൽ വിമാന സർവീസുകൾ വൈകുന്നതും റദ്ദാക്കുന്നതിനുമൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളോട് പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തിരുവനന്തപുരത്തേക്ക് വരുന്ന 3 വിമാനങ്ങളും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന 3 വിമാനങ്ങളുമാണ് അനിയന്ത്രിതമായി വൈകിയത്. ഈ വിമാനങ്ങളിലായി യാത്ര ചെയ്യുന്നതിന് വേണ്ടി, അതായത് വിദേശത്തേക്ക് പോകുന്നതിനും അതോടൊപ്പം തന്നെ ആഭ്യന്തര സഞ്ചാരികളായിട്ടുള്ളവരുമൊക്കെ ഇത്തരം അറിയിപ്പുകളൊന്നും ലഭിക്കാതെ രാവിലെ മുതൽക്കേ തന്നെ വിമാനത്താവളത്തിലെത്തി ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ തയ്യാറെടുത്തപ്പോൾ ഇത്തരത്തിൽ ഈ പ്രതിസന്ധി ഉണ്ട്. വിമാനങ്ങളില്ല, വരാൻ വൈകും, ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന തരത്തിലേക്കൊക്കെ സാഹചര്യം ഉരുത്തിരിഞ്ഞത്. എന്താണെങ്കിലും ആ ഒരു സാഹചര്യം ഇന്ന് സംബന്ധിച്ചിടത്തോളം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഒരുവിധം പരിഹരിക്കപ്പെട്ടു എന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 4 വിമാനങ്ങൾ പൂർണ്ണമായും ഇന്നലെ റദ്ദാക്കിയിരുന്നു. ഇതിൽ തിരുവനന്തപുരം ദോഹ വിമാനം, തിരുവനന്തപുരം പൂനെ വിമാനം, ബംഗളൂരു, അങ്ങനെ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ഇന്നലെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബാധിക്കപ്പെട്ടു. സംസ്ഥാനത്തിന്റെ മൊത്തം ഒരു ചിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 100-ലധികം സർവീസുകളാണ് ഇന്നലെ ഒരു ദിവസം മാത്രം മുടങ്ങിയത്. തിരുവനന്തപുരത്ത് 26 സർവീസുകളും, നെടുമ്പാശ്ശേരിയിൽ 40 സർവീസുകളും, കോഴിക്കോട് 20 സർവീസുകളും, കണ്ണൂരിൽ 18 സർവീസുകളുമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായ രീതിയിൽ തകരാറിലാക്കപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബദൽ സംവിധാനമായി റെയിൽവേയിൽ അധിക കോച്ചുകൾ അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്. അപർണ കാർത്തികയിലേക്ക് പോകുന്നു. അപർണ, ഇതിപ്പോൾ 6ാം ദിനവും പ്രതിസന്ധി തുടരുകയാണ്. ഇന്നലെ പല വിമാനത്താവളങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ കണ്ടു. ഈ തൊഴിൽ ചട്ടത്തിൽ വരുത്തിയ പരിഷ്കരണമാണ് വെല്ലുവിളിയെന്നാണ് ഇൻഡിഗോ അറിയിക്കുന്നത്. എന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നാണ് ഇൻഡിഗോയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം? കൃത്യമായ ഒരു വിവരം ഇൻഡിഗോ അറിയിക്കുന്നില്ലെങ്കിലും കൃത്യമായി അവർ പറയുന്നൊരു കാര്യമുണ്ട്. 15-ാം തീയതി വരെ ഈ അവസ്ഥ തുടരും. അതായത് വളരെ കുറച്ച് സർവീസുകൾ മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിലൊരു ചെറിയ ആശ്വാസം എന്ന് പറയുന്നൊരു കാര്യം, 5-ാം തീയതി മുതൽ 15-ാം തീയതി വരെ റദ്ദാക്കുകയോ ഇൻഡിഗോയുടെ കാരണം വഴി വൈകുകയോ ചെയ്യുന്ന വിമാന സർവീസ്, അതിൽ യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് അവർക്ക് ബദൽ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള മാർഗം ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടി ഈ 3-അംഗ സമിതി ഇന്ന് ഇൻഡിഗോയുടെ മേധാവികളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരായുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും പൈലറ്റുമാരുടെ ഡ്യൂട്ടി ക്രമീകരണം സംബന്ധിച്ചിട്ടുള്ള ആശയക്കുഴപ്പവും അതുപോലെ തന്നെ എയർബസ് A320യുടെ സാങ്കേതിക തകരാറ്, അതായത് അവർക്ക് സോഫ്റ്റ്വെയർ വന്ന അപ്ഡേഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഇൻഡിഗോയുടെ സർവീസുകൾ റദ്ദാക്കാനോ ക്രമാതീതമായി അതിന്റെ സമയക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനോ കാരണമായതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ കാരണം കൊണ്ട് മാത്രമല്ല സർവീസുകൾ വൈകുന്നത് എന്ന് കൃത്യമായൊരു വിവരം ഇൻഡിഗോ ഇന്ന് വ്യോമയാന മന്ത്രാലയത്തിനെ അറിയിക്കേണ്ടി വരും. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും സർവീസ് വൈകാനാണ് സാധ്യത. ഓക്കെ, അപർണ കാർത്തികയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷഹബാസ് അഹമ്മദ് കൂടിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഹബാസ്, ഈ പ്രതിസന്ധി തുടരും, അല്ലെങ്കിൽ ഈ സർവീസുകൾ മുടങ്ങുന്നത് തുടരും, ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ വീണ്ടും സർവീസുകൾ സാധാരണ രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധമാണ് വിമാനത്താവളങ്ങൾ, നെടുമ്പാശ്ശേരി അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തത്. ഇതിൽ ഖേദം പ്രകടിപ്പിച്ച ഇൻഡിഗോ എയർലൈൻസ് അധികൃതർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിമാനങ്ങൾ വൈകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ റദ്ദാക്കുന്നത് മനസ്സിലാക്കി വരുന്നതിന് അങ്ങോട്ട് വിമാനത്താവളങ്ങളിലേക്ക് വരുന്നത് ആ രീതിയിൽ ക്രമീകരിക്കണം, യാത്രക്കാർ ഇതിനോട് സഹകരിക്കണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം?
ശ്രുതി, പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇൻഡിഗോ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് ഇന്നും എത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇന്നലത്തേതിന് സമാനമായി നിരവധി സർവീസുകൾ ഇന്നും മുടങ്ങാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഇൻഡിഗോയുടെ ഭൂരിഭാഗം സർവീസുകളും നെടുമ്പാശ്ശേരിയിൽ മുടങ്ങിയിരുന്നു. ഏകദേശം 500ഓളം യാത്രക്കാരാണ് ഇതിൽ വലഞ്ഞത്. അങ്ങനെ വലിയ പ്രതിഷേധത്തിന് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇന്നലെ സാക്ഷ്യം വഹിച്ചിരുന്നു. ഈ ശബരിമല തീർത്ഥാടകരും മറ്റും ആവശ്യങ്ങൾക്ക് വരുന്നവരുമായി നിരവധി പേർ പല വിമാനത്താവളങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. ഒപ്പം ഇന്നലെ ഡൽഹിയിലേക്ക് പോകേണ്ട നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികളടക്കം ഈ യാത്ര മുടങ്ങി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അന്താരാഷ്ട്ര സെക്ടറിലാണ് നിരവധി വിമാനങ്ങൾ മുടങ്ങിയിട്ടുള്ളത്. റാസൽ ഗൈമ, മസ്കറ്റ്, മാലി, അബുദാബി, കുവൈത്ത് തുടങ്ങിയ സർവീസുകൾ, നിരവധി സർവീസുകളാണ് ഇൻഡിഗോയുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മാത്രം മുടങ്ങിയിരിക്കുന്നത്. ഒപ്പം ആഭ്യന്തര സെക്ടറിൽ ഹൈദരാബാദിലേക്കുള്ള 6 വിമാനങ്ങളും ഒപ്പം ബാക്കിയുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള 5ഓളം വിമാനങ്ങളുമാണ് ഇന്നലെ മുടങ്ങിയത്. ഭൂരിഭാഗം സർവീസുകളും ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇൻഡിഗോ വിമാനങ്ങൾ സർവീസ് നടത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നും സമാനമായ അവസ്ഥയിലേക്ക് ആയിരിക്കും പോകുന്നത് എന്ന സൂചനകളാണ് വരുന്നത്. നിരവധി യാത്രക്കാർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഇതും സംബന്ധിച്ച വിശദീകരണം നൽകാൻ പോലും അധികൃതർ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ശരി ഷഹബാസ്.